എന്താ നിങ്ങൾ കാണുന്നത്? പുതിയ സൈക്കിളിന്റെ കടയോ? എന്റെ ഈ സൈക്കിൾ ഒന്ന് മാറ്റി തരൂ വസൂലി ഭായ്. സൈക്കിളോ? എവിടെയാണ് സൈക്കിള്? ഈ പണ്ടാര സാധനം ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നില്ലേ? ഇത് കുറച്ച് സമയത്തിന് മുമ്പ് സൈക്കിൾ ആയിരുന്നു. എല്ലാത്തിനും കാരണം ഈ ഗോപാലാണ്. ഇനിയിപ്പോ ഇത് എല്ലാം റീസൈക്കിൾ ചെയ്യണം. ഒന്ന് വേഗം ചെയ്തതാ വസൂലി ബായ്. ഇത് നൂഡിൽസ് അല്ല 2 മിനിറ്റിൽ ശരിയാക്കാൻ. സൈക്കിള് നേരാക്കാൻ കുറച്ച് സമയം പിടിക്കും. അത് വിട്ടേക്ക്. ഞങ്ങളുടെ സൈക്കിൾ ആദ്യം റെഡിയാക്കിത്താ. ഇതില്ലാതാക്കിയത് ഇവന്മാര് 3 പേരാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് സൈക്കിളാണ്, അല്ലാതെ നിങ്ങളുടെ കൈയൊന്നും അല്ല ഒടിഞ്ഞ ഉടനെ ഒട്ടിച്ച് തരാൻ. എന്ത് ചെയ്യാൻ പറ്റില്ലെന്നോ? പിന്നെ ഞങ്ങൾ എന്തിനാ സാമ്പാർ ബജ്ജി കഴിക്കാനാ വന്നിരിക്കുന്നത്? വസൂലി ബായ്, മനസ്സ് വെച്ച് ഇതൊന്ന് ശരിയാക്കി താന്നേ. എന്റെ അടുത്ത് ഒരു സൈക്കിൾ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ. എങ്ങനത്തെ സൈക്കിളാ അത്? ഞാൻ പറഞ്ഞത് ഈ സൈക്കിളിനെ കുറിച്ചാണ്. ഇത് സൈക്കിളാണോ അല്ല സൈക്കിൾ 3x ആണോ? ഞങ്ങളെ സൈക്കിൾ വെച്ച് മാനേജ് ചെയ്തോളാം വസൂലി ബായ്. വല്ലപ്പോഴും ആ ലോലിപോപ്പ് എടുത്ത് കളഞ്ഞിട്ട് സംസാരിക്കണേ. അല്ല ലക്കി പറഞ്ഞു വരുന്നതേ, ആ 3 സീറ്റുള്ള സൈക്കിള് ഞങ്ങൾക്ക് മാത്രം സെറ്റ് ആവുമെന്നാ. മനസ്സിലായോ വസൂലി ബായ്? എടാ, ആ സൈക്കിൾ ആദ്യം ബുക്ക് ചെയ്തത് ഞങ്ങളാ, നിങ്ങളല്ല. ഹായ് മിലി, നീ എപ്പോഴാ വന്നത്? എന്ത് മിലിയോ? എന്നാ പിന്നെ അവളും ഞങ്ങളുടെ കൂടെ സൈക്കിൾ കയറി വന്നോട്ടെ. എവിടെയാ മിലി? ബൈ ബൈ ഗോപു. അവന്മാര് സൈക്കിൾ എടുത്ത് കടന്നു കളഞ്ഞല്ലേ? എന്നാ പിന്നെ നിങ്ങളും കൂടി പൊക്കോ. വൈകുന്നേരം ആവുമ്പോ സൈക്കിൾ റിപ്പയർ ചെയ്ത് തരാം. ഗോപു, നീ എന്തിനാ അവന്മാരെ പോവാൻ വിട്ടത്? നീ അവന്മാരെ സ്മാഷ് സ്മാഷ് അവിടെ തന്നെ വെച്ച് ഫിനിഷ് ചെയ്യണമായിരുന്നല്ലേ? ഗോപു, അങ്ങോട്ട് നോക്ക്, നമ്മുടെ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞു. മാധവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സൈക്കിൾ തട്ടിപ്പറിച്ചതല്ലേ? ഇപ്പൊ നോക്കിക്കോ ഞാൻ അവന്റെ സൈക്കിൾ എങ്ങനെയാ ഫിനിഷ് ചെയ്യാൻ പോകുന്നേന്ന്. ഇനിയാണ് നമ്മുടെ കളി. എന്താടാ, ഇനി ഒരു ഐസ്ക്രീം വേണം നിനക്ക്? ആദ്യം നീ അതൊന്ന് തിന്ന് തീർക്ക്. അങ്ങനെയല്ല മാധവ, ലക്കി പറയുന്നതേ നമ്മുടെ സൈക്കിളിൽ ഒരു സീറ്റും ഒരു ടയറും കാണാനില്ലെന്നാ. ആണോ? ഒരു ടയറ് ഒരു സീറ്റ് കുറവാണെന്നോ? ഇത് അവന്മാരുടെ പണിയാണ്. വേഗം വാ, നമുക്ക് അവനെ പിടിക്കണം. പക്ഷെ നമ്മളിപ്പോ എങ്ങനെയാടാ പോകുന്നത്? 4 സൈഡ് നല്ലോണം നോക്കിയോ, അവന്മാരിവിടെ എവിടെയെങ്കിലും കാണും. പാണ്ഡുവിന് ഒരു ഒറ്റ കഥയേയുള്ളൂ. പകലിൽ ചെയ്യുന്ന പരിപാടിയാണ് അടിച്ചു മാറ്റൽ. പാണ്ഡുവിന്റെ ജീവിതത്തിൽ ഒരൊറ്റ കഥയേയുള്ളൂ. രക്ഷിക്കണേ. എടാ മരമണ്ട മണ്ണുണ്ണി, ഞങ്ങളുടെ സൈക്കിൾ എടുത്തോണ്ട് നീ എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്? അത് ഇത് നിങ്ങളുടെ സൈക്കിളാണോ? ഞങ്ങളുടെ സൈക്കിൾ മോഷ്ടിച്ചിട്ട് പിന്നെ ഞങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കാനോടാ? ഇത് ഞാൻ അടിച്ചു മാറ്റിയതൊന്നും അല്ല. ഞാൻ വരുമ്പോ എന്റെ കൂടെ ഈ സൈക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരികയായിരുന്നു. എന്റെ ദേഹത്ത് ഇത് ഇടിച്ചു. സൂക്ഷിച്ച് വെച്ചോളണം കേട്ടോ. അപ്പോ ഞാനിവിടുന്ന് ഇറങ്ങട്ടെ. എങ്ങോട്ടാണ് നീ ഓടാൻ നോക്കുന്നത്? നീ അടിച്ചു മാറ്റിയാ ഞങ്ങൾ ഓണെ ക്ഷമിക്കണം. ഏയ്, ഒരു മിനിറ്റ്. നിങ്ങൾ എന്ത് തെറ്റാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ കൈ നീട്ടി വെച്ച് ഒന്ന് കാച്ചി തന്നാ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ചെന്ന് വീടും. ഇവിടെ ആശുപത്രി പോലും അടുത്തുള്ളതല്ല നിനക്കൊക്കെ ട്രീറ്റ്മെന്റ് തരാൻ. ഇവൻ പാണ്ഡുവാണ്. എടാ ലക്ഷ്മണ, നമ്മൾ ഇവിടുന്ന് നൈസ് ഡേസ്കേ പോകുന്നതാണ് നല്ലത്. പൊയ്ക്കോ, പിന്നെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുട്ടാ. ചെല് ഞങ്ങൾ പോണേ. ഈ പാണ്ഡുവിനോട് കളിച്ചാലുണ്ടല്ലോ, ഒറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല ഞാൻ.
പാണ്ഡുവിനോട് കയറി കളിച്ചാലുണ്ടല്ലോ ശരിക്കും നമ്മുടെ കാര്യം പോക്കാന്നാ തോന്നുന്നത്. ഞാൻ തൽക്കാലം ഫൈറ്റ് ചെയ്യാനൊരു മൂഡിലല്ല, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പാണ്ട് നിങ്ങൾ എല്ലാവരെയും കൂടെ കടിച്ചു കീറി പോസ്റ്റർ പോലെ ഒട്ടിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ. എന്ന് വെച്ചാൽ ആ പണ്ടാര ഗോപു അവനാണ് നമ്മുടെ സൈക്കിൾ നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ സൈക്കിൾ അടിച്ചു മാറ്റി പോവുകയും ചെയ്തു. ഗോപു കാരണം നമ്മൾ പാണ്ഡുടെ അടി വാങ്ങിച്ചിരിക്കുന്നു. ഞാൻ പാണ്ഡുവിനെ കൊണ്ട് ഇവന്മാരെ എന്തായാലും ഞാൻ തല്ല് കൊള്ളിപ്പിക്കൂടാ. ഈ പാണ്ഡുവിന് ഒരു ഒറ്റ കഥയേയുള്ളൂ. പട്ടാപ്പകലിൽ അടിച്ചു മാറ്റിക്കൊണ്ട് അങ്ങ് പോകും. ഇപ്പൊ ഞാൻ ആ സൈക്കിളിനെ പാട്ട് ഊരിയെടുക്കാൻ പോവാണ്. പിന്നെ ഗോപുവിനെ പീസ് ആക്കാൻ പോകുന്നത് പാണ്ഡു തന്നെ ആയിരിക്കും. പാണ്ഡു ലോകത്ത് ഇതുപോലെ ഒരു വണ്ടിയുമില്ല. പാണ്ഡുവിന് ചാവി കൊണ്ട് തുറക്കാൻ പറ്റാത്ത ഒരു വണ്ടിയും ഇവിടെ ഇല്ല. ഒന്ന് വേഗം ചെയ്യടാ മാധവ, പാണ്ഡു ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ ഗോപാൽ, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. സ്കോർ. ഓ ഇത് കണ്ടിട്ട് എന്റെ സൈക്കിൾ പോലെ തന്നെ ഉണ്ടല്ലോ. അല്ല താൻ ആരാടോ? എന്റെ സൈക്കിൾ എടുത്തോണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ചേട്ടാ നമ്മള് സീന് ഗോപുവിന് വേണ്ടിയല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഇതിന് ഇടയ്ക്ക് കയറി വസൂലിപ്പോ എവിടെ നിന്നാണ് കേറി വന്നത്? എന്താണ് മണ്ട, നിങ്ങളുടെ കണ്ണിന് കാഴ്ച കുറവുണ്ടോ? ഇത് കണ്ടിട്ട് സൈക്കിൾ പോലെ തോന്നുന്നു. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സൈക്കിൾ ഓടിക്കാറൊന്നുമില്ല. ഞാൻ ഉള്ളി കാറ്. അല്ല കാറിനോടൊപ്പം ഇയാള് സൈക്കിളും കൂടി എടുത്തോണ്ട് പോവാടോ? അതോ ഇനി കാറിന്റെ കൂടെ സൈക്കിൾ ഫ്രീ ആണോ? അഥവാ ഈ സൈക്കിൾ നിന്റേതാണെങ്കിലേ വേഗം എടുത്തോണ്ട് പോടേ. അല്ലെങ്കിൽ തന്നെ എനിക്കിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. വസൂലി ബായ്, നിങ്ങൾ നിക്ക. ഈ പണ്ടാരത്തിന് ഞാൻ വകവരുത്തി തരാം. എന്താടാ മുള്ളമന്തി മുടിയ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങളുടെ സൈക്കിൾ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണല്ലേ? ഇനി അവന്മാരെ കാര്യം പോക്കാം. ഇത് പാണ്ഡു, ഇത് പാണ്ഡു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എടാ നീ എന്താ വിചാരിച്ചത്? നിന്റെ ശരീരത്തിലെ എല്ലിന്റെ എണ്ണം ഞാൻ കൂട്ടാൻ പോവാണ്. അതുപോലെ നിന്റെ വായിക്കാത്ത പല്ലിന്റെ എണ്ണം ഞാൻ കുറയ്ക്കാൻ പോവാണ്. വേണമെങ്കിൽ നീ കണ്ടോ. വസൂലി ബായ്, അതങ്ങ് വിട്ടേക്ക്. സൈക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ കടയിൽ വെച്ച് ശരിയാക്കാൻ പറ്റുമല്ലോ. പിന്നെ ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഓ ഇവനെയൊക്കെ എങ്ങനെയാണ് വിടുന്നത്? ഇവന്റെ മുഖത്ത് ചില കടപ്പാടുകൾ ഇട്ടില്ലെങ്കിൽ എന്റെ പേര് വസൂലി എന്നല്ല. എടാ നിനക്കെന്നെ കുറിച്ച് അറിയില്ല. നീ എന്ത് തെറ്റാ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല. ഈ കൈയൊന്ന് വെച്ച് അങ്ങോട്ട് നീട്ടി തന്നാലുണ്ടല്ല, പമ്പരം പോലെ കിടന്ന് കറങ്ങി നീ വീട്ടിനകത്ത് നിന്ന് വീടും. പിന്നെ ഇവിടെ ആശുപത്രിയൊന്നുമില്ല നിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. എടാ ബുദ്ധിയില്ലാത്തവനെ, എടാ മണ്ടച്ചാരെ, നിന്റെ 200 എല്ലുകൾ ഞാൻ 2000 രീതിയിൽ കടകട പറഞ്ഞ് പൊട്ടിച്ചു കളയും. കാണിച്ചു തരട്ടെ. എന്റെ അമ്മേ, ഞാൻ വെറും ചെക്കനാണെന്ന് വിചാരിച്ചതാ. അവനാണെങ്കിൽ വലിയൊരു പാമ്പാണല്ലോ. എല്ലാരും ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്ക്. വേഗം ഓടിക്കോ. എന്നെ കാണുന്നവരെല്ലാവരും സൈക്കിൾ കള്ളനെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സൈക്കിൾ പോലും അടിച്ചു മാറ്റിയിട്ടില്ല. ഇനിയിപ്പൊ ഞാൻ ഒരു സൈക്കിൾ പോലും വെറുതെ വിടില്ല. എന്റെ അമ്മ, നിങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇവൻ തല്ലി പൊട്ടിക്കാൻ പോകുന്ന സൈക്കിള് നിങ്ങളുടെ സൈക്കിളാണ്. ഞാൻ റിപ്പയർ ചെയ്ത് വെച്ചതാണ്. അതെ വസൂലി ബായ്, ഒന്ന് താഴെ ഇറങ്ങി വാ. വേഗം നിന്ന് വണ്ടി എടുക്ക്. നമ്മുടെ സൈക്കിളിനെ രക്ഷിക്കാൻ അത് ഒറ്റ വഴിയേ ഉള്ളൂ. എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് എന്റെ അമ്മ. ഈ പാണ്ഡുവിനോട് കളിച്ചാലുണ്ടല്ലോ, ഒറ്റ ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. എന്താ ഇത്? വേണ്ട, അങ്ങനെ ചെയ്യരുത്. എല്ലാ ടയറും പഞ്ചറായല്ലോ. സൈക്കിള് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയതാ, അവസാനം ട്രക്ക് തന്നെ പഞ്ചറായല്ലോ. ഇനി
ഇനിയിപ്പൊ ഈ പാമ്പിനെ വകവരുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളടാ. എന്നെ എന്തിനാണോ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? എന്നെ അവത്ത് വിട്ടേക്ക്. എന്ത് നിനക്കറിയില്ലാന്ന് തോന്നുന്നു ഞങ്ങളോട് ഏറ്റുമുട്ടിയവർക്ക് എന്താ അനുഭവം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? ഈ ചാക്കിനകത്ത് കുടുങ്ങി കിടന്നാലേ എങ്കിലേ ഇവൻ നന്നാവത്തുള്ളൂ. ഈ പിസ് പിസ് അപ്പോലനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അടുത്തൊന്നും കാടുകളും ഇല്ലല്ലോ. പാമ്പ് അതിന്റെ വഴി സ്വയം കണ്ടുപിടിക്കും. Yes, yes. I am, don't worry. ഞാൻ നോക്കിക്കോളാം. എടാ ഈ പാണ്ടു തിരിച്ചു വരും. വാവ്, നമ്മുടെ സൈക്കിൾസ്. സ്റ്റോപ്പ്. ആദ്യം എനിക്കൊരു കാര്യം പറയണം. എന്റെ സൈക്കിളിനെ ആരാണ് ഇങ്ങനെ ആക്കിയത്? ഇവനാണ് ഗോപുവാണ് നിങ്ങളുടെ സൈക്കിൾ തകർത്തത്. ഗോപു അല്ല, ഇവരൊക്കെ ചേർന്നാണ് സൈക്കിൾ ഇല്ലാതെ ആക്കിയത്. അതെ, ഞങ്ങളല്ല. അതെ.